ഓം ശ്രീരാമചന്ദ്രായ നമ. എല്ലാ സജ്ജനങ്ങൾക്കും വിനീതമായ നമസ്കാരം. ഇന്ന് ശ്രീ വാൽമീകി രാമായണം യുദ്ധകാണ്ഡത്തിലെ 63-ാമത്തെ സർഗമാണ് വ്യാഖ്യാനിക്കുന്നത്. തസ്യ രാക്ഷസരാജസ്യ നിശമ്യ പരിദേവിതം കുംഭകർണോ വിഭാഷേത വചനം പ്രചകാസച. ആ രാക്ഷസപ്പെരുമാളുടെ പരിദേവനമൊക്കെ കേട്ട് പൊട്ടിച്ചിരിച്ചുകൊണ്ട് കുംഭകർണൻ പറയുകയുണ്ടായി, പണ്ട് കാര്യാലോചന ചെയ്തപ്പോൾ നാം ദോഷം കണ്ടതാണ്. ഹിതകാര്യങ്ങൾ ശ്രദ്ധിക്കാത്ത അങ്ങേക്ക് അതാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ദുഷ്കൃതകർമാവ് നരകത്തിൽ തന്നെ വീഴുന്നത് പോലെ പാപകർമ്മത്തിന്റെ ഫലം പെട്ടെന്ന് തന്നെ നിനക്ക് നേരിട്ടു. രാജസത്തമാ, ഇക്കാര്യം ആദ്യം തന്നെ ചിന്തിച്ചില്ല. കേവലം വീരദർപ്പം കൊണ്ട് മാത്രം അനന്തരഫലവും ആലോചിച്ചില്ല. യപശ്ചാൽപൂർവകാര്യാണി കുര്യാദൈശ്വര്യമാസ്ഥിത. ഐശ്വര്യവാനായ എതിർവൻ ആദ്യം ചെയ്യേണ്ടത് പിന്നീട് ചെയ്യേണ്ടത് ആദ്യവും ചെയ്യുന്നുവോ അവൻ നയാനയങ്ങൾ അറിയുന്നില്ല. ദേശകാലങ്ങൾ നോക്കാതെ വിപരീതമായി ചെയ്യുന്ന കർമ്മങ്ങൾ അശുദ്ധമായിട്ട് അർപ്പിക്കപ്പെട്ട ഹവിസ്സു പോലെ ദുഷിക്കുന്നു. സജീവന്മാരോടൊപ്പം ആലോചിച്ചുറച്ച് 3 കർമ്മങ്ങളുടെയും 5 യോഗങ്ങൾ അനുഷ്ഠിക്കുന്നവൻ സന്മാർഗ സംസ്ഥിതനാണ് എന്ന്. 3 വിധത്തിലുള്ള കർമ്മങ്ങൾ എന്ന് സൂചിപ്പിക്കുന്നത് ഉത്തമമായിരിക്കുന്ന യാനം, മധ്യമമായിരിക്കുന്ന സന്ധി, അധമമായിരിക്കുന്ന സമാശ്രയം എന്നിവയെ പറ്റിയിട്ടാണ്. 5 യോഗങ്ങൾ അവയുടെ പറയുന്നതാകട്ടെ ആരംഭോപായം, പുരുഷദ്രവ്യ സമ്പത്ത്, ദേശകാല വിഭാഗം, വിനിപാത പ്രതികാരം, കാര്യസിദ്ധി ഇങ്ങനെയുള്ളതാണ് എന്നും സൂചിപ്പിക്കുന്നു ഇവിടെ. ഇനി ശാസ്ത്രയുക്തമായി കാര്യനിശ്ചയം ചെയ്യാൻ ഇച്ഛിക്കുന്ന ഭൂപനും സുഹൃത്തുക്കളെയും സജീവന്മാരെയും ബുദ്ധിപൂർവം നോക്കിക്കാണുന്ന നൃപനും അഭിജ്ഞനാണ്. കുംഭകർണൻ തുടരുകയാണ്, ധർമ്മമർത്ഥം ച കാമഞ്ച സർവാൻ വാ രക്ഷസാമ്പതേ. അല്ലയോ രാക്ഷസേശ്വര, നരൻ ധർമാർത്ഥ കാമങ്ങൾ ഒന്നിച്ചോ വെവ്വേറെയോ ഈ 2 വീതമായോ യഥാകാലം കൈക്കൊള്ളണം. ഈ 3-ല് ശ്രേഷ്ഠമായതിനെ ശ്രവിച്ചിട്ടും അറിയുന്നില്ല എങ്കിൽ ആ രാജാവിനും രാജതുല്യനും പഠിച്ചതെല്ലാം പാഴായി പോകുന്നു. സാമവും ദാനവും ഭേദവും ദണ്ഡവും യോഗവും നയാനയങ്ങളും ധർമാർത്ഥ കാമങ്ങളും മന്ത്രിമാരുമായിട്ട് യഥാകാലം ആലോചിച്ചാചരിക്കുന്ന ആത്മവാൻ ഒരിക്കലും ആപത്തില് പെടുകയില്ല. അർത്ഥതത്വജ്ഞന്മാരായ സജീവന്മാരുമായി തനിക്ക് ഹിതകരമായ കാര്യങ്ങൾ ആലോചിച്ചു വേണം രാജാവ് ജീവിക്കുവാനായിക്കൊണ്ട്. ശാസ്ത്രാർത്ഥങ്ങൾ ധരിക്കാത്ത പശുബുദ്ധികളായ പുരുഷന്മാരെ മന്ത്രണത്തിനെടുത്താൽ പ്രാഗൽഭ്യം പ്രദർശിപ്പിക്കാൻ തോന്നുന്നതെന്തും അവർ തട്ടിവിടും. അർത്ഥശാസ്ത്രത്തിൽ അനഭിജ്ഞരായ ശാസ്ത്രജ്ഞാനരഹിതന്മാര് ഐശ്വര്യം മാത്രം ആഗ്രഹിച്ചു പറയുന്നതിനെ പ്രമാണമാക്കരുത് ഒരിക്കലും. ചില നരന്മാര് ധാർഷ്ട്യം മൂലം ഹിതമെന്ന് തോന്നുന്ന അഹിതം പുലമ്പുന്നു. കാര്യം കെടുത്തുന്ന അവരെ കണ്ടറിഞ്ഞ് മന്ത്രണത്തിൽ നിന്ന് മാറ്റി നിർത്തണം. വിനാശയന്തോ ഭർത്താരം സഹിതാശത്രുവിർ ബുധൈഹി. ഇവിടെ മന്ത്രിമാര് സ്വാമിയെ നശിപ്പിക്കാൻ സൂത്രശാലികളായ ശത്രുക്കളോട് ചേർന്ന് വിപരീതങ്ങളായ കൃത്യങ്ങൾ ചെയ്യിക്കുന്നു. ഉപജാപത്തിൽ ഏർപ്പെടുന്ന മിത്രനാട്യക്കാരും അമിത്രങ്ങളുമായ അമാത്യന്മാരെ യജമാനൻ കാര്യാലോചനയിലെ പെരുമാറ്റം കൊണ്ട് കണ്ടറിയണം. ഇവിടെ പെട്ടെന്ന് കാര്യത്തിൽ ചെന്നു ചാടുന്ന ചാബല്യവാന്റെ പഴുതു നോക്കി മറ്റുള്ളവര് പക്ഷികൾ ക്രൗഞ്ചദ്വാരത്തിൽ എന്നതുപോലെ ചെന്ന് കയറും. ശത്രുവിനെ മനസ്സിലാക്കി ആത്മരക്ഷ ചെയ്യാതിരുന്നാല് അവൻ അനർത്ഥത്തില് അകപ്പെടും നിശ്ചയമാണ്. പണ്ട് അങ്ങയുടെ അനുജൻ പറഞ്ഞത് തന്നെ പ്രവർത്തിച്ചാലും അത് തന്നെയാണ് നമുക്ക് നല്ലത്. ഇനി സ്വേച്ഛ പോലെ ചെയ്തോളൂ. ഇപ്രകാരത്തിലുള്ള ആ കുംഭകർണന്റെ വാക്കുകളൊക്കെ കേട്ടു കഴിഞ്ഞപ്പോൾ കോപത്തോടെ പുരികങ്ങൾ രണ്ടും ചുളിച്ച് രാവണൻ അവനോട് പറഞ്ഞു, മാന്യനും ആചാര്യനുമായ ഗുരുവിനെ പോലെ നീ എന്നെ ശാസിക്കുകയാണോ? എന്തിനാണ് ഇങ്ങനെ നാവിട്ടടിക്കുന്നത്? തക്കതായത് ചെയ്തു കൊള്ളുക. വിഭ്രമത്താലോ മനോമോഹത്താലോ ബലവീര്യാശ്രയത്താലോ ചെയ്യാതിരുന്നതിനെ കുറിച്ച് വീണ്ടും പറയുന്നത് വ്യർത്ഥമാണ്. അസ്മിൻ കാലേതു യദ്യുക്തം തദിദാനീം വിധീയത. ഈ സമയത്ത് ഉചിതമായതെന്തോ അത് തീർച്ചപ്പെടുത്തിയാലും കഴിഞ്ഞതോർത്ത് ശോകമരുത്, കഴിഞ്ഞത് കഴിഞ്ഞുപോയി.
എന്റെ നേർക്ക് സ്നേഹമുണ്ടെങ്കിൽ, വിക്രമം അറിയാമെങ്കിൽ, എന്റെ അനീതിയിൽ നിന്നുള്ളവായ ദോഷം നീ പരാക്രമം കൊണ്ട് പരിഹരിക്കുക. ഇക്കാര്യം കാര്യഗൗരവമുള്ളതാണെന്ന് നീ കരുതുന്നുവെങ്കിൽ അത് ചെയ്യുക. കാര്യം കേട്ട് വളഞ്ഞിരിക്കുന്നവനെ സഹായിക്കുന്നവനാണ് സുഹൃത്ത്. അനയത്തിൽ പെട്ടുപോയവരെ തുണയ്ക്കുന്നവനാണ് ബന്ധു. ഇങ്ങനെയുള്ള വചനങ്ങൾ പറയുന്ന ധീരദാരുണനായ അവനോട് ഇദ്ദേഹം ക്രുദ്ധനാണ് എന്നറിഞ്ഞ് മന്ദമായും മൃദുവായും കുംഭകർണൻ പിന്നീട് സംസാരിച്ചു. സഹോദരനെ സാന്ത്വനിപ്പിച്ചുകൊണ്ട് പതുക്കെ പറഞ്ഞു, രാജേന്ദ്ര, ദുഃഖിച്ചത് മതി. കോപം വെടിഞ്ഞ് സ്വസ്ഥനായിട്ട് തീരുക രാജാവേ. ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ ഇങ്ങനെയൊന്നും മനസ്സിൽ ഓർത്ത് ദുഃഖിക്കരുത്. ആര് മൂലമാണോ അങ്ങ് വിഷമിക്കുന്നത് അവനെ ഞാൻ നശിപ്പിക്കാം. ഏതവസ്ഥയിലും ഞാൻ ഈ ഹിതം നിശ്ചയമായും പറയേണ്ടതാണ് രാജൻ. ബന്ധുഭാവത്താലും ഭ്രാതൃ സ്നേഹത്താലുമാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞത്. ഈ സമയത്ത് സ്നേഹമുള്ള ബന്ധുവിന് സദൃശമായ കർത്തവ്യം ചെയ്ത് പോരിൽ വൈരികൾക്ക് കഥനം വരുത്തുന്നത് അങ്ങ് കണ്ടുകൊള്ളുക. ഇന്ന് രണമധ്യത്തിൽ വെച്ച് സോദരനോടൊത്ത രാമനെ ഞാൻ കൊല്ലുമ്പോൾ പാഞ്ഞു പോകുന്ന ശത്രു സൈന്യത്തെ കണ്ട് അങ്ങ് സന്തോഷിക്കുക. ഇന്ന് ഞാൻ പോരിൽ നിന്ന് കൊണ്ടുവരുന്ന രാമന്റെ ശിരസ് കണ്ട് അങ്ങ് സുഖിയായിട്ടിരിക്കുക. സീത ദുഃഖിതയായിട്ട് മാറട്ടെ. ബന്ധുക്കൾ കൊല്ലപ്പെട്ട ലങ്കയിലെ രാക്ഷസന്മാരെല്ലാം അത്യന്തം സന്തോഷമേകുന്ന രാമവധത്തെ കാണട്ടെ. ഇന്ന് ബന്ധുദാസം നിമിത്തം പരിതപിക്കുന്നവരുടെ കണ്ണുനീര് യുദ്ധത്തില് ശത്രുവിനെ നശിപ്പിച്ചുകൊണ്ട് ഞാന് തുടയ്ക്കാം. പർവ്വതാകാരനും പ്രഭകോത്തമനുമായ സുഗ്രീവൻ ഇന്ന് യുദ്ധത്തില് സൂര്യനോടൊപ്പമുള്ള മേഘമെന്നതുപോലെ ചിഹ്നിച്ചു തരുന്നത് കണ്ടുകൊള്ളൂ. ദാശരഥിയെ കൊല്ലാൻ നോക്കുന്ന ഈ രാക്ഷസന്മാരെ ഞാനും കാത്തുരക്ഷിക്കുന്ന അങ്ങയെ അല്ലയോ അനഘ എങ്ങനെ കൊല്ലാനാണ്? എന്നെ കൊന്നതിന് ശേഷമേ കാകുൽസ്ഥൻ അങ്ങയെ കൊല്ലുകയുള്ളൂ. എന്നെക്കുറിച്ച് എനിക്കൊരു വിഷമവുമില്ല. ശത്രുനാശക, ഇപ്പോൾ തന്നെ അങ്ങ് എന്നെ പറഞ്ഞയക്കുക. മറ്റാരെയും പോരെന്ന് പറഞ്ഞു വിടരുത്. ഞാൻ അങ്ങയുടെ ശത്രുക്കളെ നശിപ്പിക്കാം. ഇന്ദ്രനോ അന്തകനോ ആയാലും അഗ്നിവായുക്കളോ കുബേരവരണന്മാരോ ആണ് എങ്കിലും ഞാൻ അവരോടെല്ലാം പൊരുതുന്നതാണ്. മല പോലെയുള്ള മെയ്യും തീഷ്ണദംഷ്ട്രകളുമുള്ള ഞാന് കൂർത്ത ശൂലവുമേന്തി അലറുമ്പോൾ പുരന്തരൻ പോലും പേടിപ്പെടും. അല്ലെങ്കിൽ ആയുധം വെടിച്ച് ശത്രുക്കളെ ശക്തി കൊണ്ട് അരയ്ക്കുന്ന എന്റെ നേർക്ക് നിൽക്കാൻ ജീവിക്കാൻ ആശയുള്ള ഒരുത്തനും കരുത്തനല്ല. വേൽ വേണ്ട, ഗദ വേണ്ട, വാൾ വേണ്ട, കൂർത്ത ശരങ്ങളും വേണ്ട. ഞാൻ കോവിൽച്ചാല് കൈകൾ കൊണ്ട് തന്നെ ഇന്ദ്രനെ പോലും കൊന്നുകളയും. കാകുൽസ്ഥൻ ഇന്ന് എന്റെ കൈമുഷ്ടികളുടെ പ്രഹരം സഹിക്കുമെങ്കിൽ എന്റെ ശരങ്ങളുടെ നിര രാമന്റെ ചോര കുടിക്കും. രാജാവേ, ഞാൻ ഇരിക്കുമ്പോൾ അങ്ങ് എന്തിനാണ് വിചാരവ്യാകുലനാകുന്നത്? അങ്ങയുടെ ശത്രുവിനെ നശിപ്പിക്കാൻ ഞാനിതാ പോകാനൊരുങ്ങി നിൽക്കുകയാണ്. രാമനെ കുറിച്ചുള്ള പേടി കളയൂ അങ്ങ്. രാമലക്ഷ്മണന്മാരെയും മഹാബലവാനായ സുഗ്രീവനെയും ഞാന് ഇന്ന് പോരില് കൊല്ലുന്നുണ്ട്. രാക്ഷസന്മാരെ കൊന്ന് ലങ്ക ചുട്ടരിച്ച ഹനുമാനെയും എതിരിട്ട് നിൽക്കുന്ന വാനരന്മാരെയും ഞാൻ പോരില് വധിക്കാം. അസാധാരണമായ മഹായശസ് അങ്ങേക്ക് നൽകാൻ ഞാൻ ആഗ്രഹിക്കുന്നു രാജാവേ. ഇന്ദ്രനിൽ നിന്നോ സ്വയംഭൂവിൽ നിന്നോ തന്നെയോ ആപത്തുണ്ട് എങ്കിലും ഞാനിത് നിശയിലെ ഇരുൾ അംശുമാൻ എന്നതുപോലെ നശിപ്പിക്കുന്നുണ്ട്. ക്രുദ്ധനായി കഴിഞ്ഞാല് ദേവന്മാരും ഉഴിയിൽ വീഴും. അങ്ങനെയുള്ള ഞാൻ അന്തകനെയും അടക്കാം, തീയിനെയും തിന്നാം, നക്ഷത്രങ്ങളോടൊപ്പം സൂര്യനെയും നിലത്തു വീഴ്ത്താം, ശതക്രതുവിനെയും വധിക്കാം, കടലും കുടിച്ചു വറ്റിക്കാം, പർവ്വതങ്ങളെ പൊടിയാക്കാം, പാർത്തലത്തെ പിളർക്കാം. നെടുനാൾ നിദ്രയിൽ കിടന്ന കുംഭകർണന്റെ വിക്രമം ഭക്ഷിക്കപ്പെടുന്ന ജന്തുക്കളെല്ലാം ഇന്ന് കാണട്ടെ. ഈ 3 ലോകങ്ങൾ മുഴുവനും എനിക്ക് തീറ്റയ്ക്ക് പോലും തികയുകയില്ല. ദാശരഥിയെ വധിച്ച് അങ്ങേക്ക് സുഖാവഹമായിരിക്കുന്ന സുഖം നൽകാൻ ഞാനിതാ പുറപ്പെടുന്നു. ലക്ഷ്മണനോടൊത്ത രാമനെ നിഗ്രഹിച്ച് വാനര മുഖ്യന്മാരെ എല്ലാം ഞാൻ കൊന്ന് തിന്നു. രമസ്വകാമം വിഭജാഗ്രവാരുണീം കുരുഷകൃത്യാനി വിനീയതാഞ്ജുര ഭയാദ്യരാമേ ഗഭിതേയമക്ഷയം ചിരായ സീത വചകാ ഭവിഷ്യതി. കാമം പോലെ അങ്ങ് രമിക്കുക, സുരപാനം ചെയ്യുക, കർമ്മങ്ങൾ ആചരിക്കുക, ആദികൾ അടക്കുക. ഞാനിപ്പോൾ രാമനെ കാലപുരിക്ക് അയച്ചു കഴിഞ്ഞാൽ സീത ക്രമേണ അങ്ങേക്ക് വശകയായിട്ട് തീരും. ഇങ്ങനെ രാവണന്റെ മുൻപിൽ നിന്നുകൊണ്ട് സുഗ്രീവൻ പറയുന്ന വാക്യങ്ങളൊക്കെയാണ്
ഈ സർഗത്തിന്റെ പ്രതിപാദ്യ വിഷയം. എല്ലാവർക്കും ശ്രീരാമാനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സർവം ശ്രീരാമപാദാരവിന്ദാർപ്പണമസ്തു.